വിശദമായി നോക്കാം. പോസ്റ്റ് ഓഫീസ് പ്രവർത്തിക്കുന്നത് വഖഫ് ഭൂമിയിലാണെന്ന കേസിൽ വഖഫ് ബോർഡിന് തിരിച്ചടി. കോഴിക്കോട് മാരിക്കുന്ന് പോസ്റ്റ് ഓഫീസിനെതിരെ വഖഫ് ബോർഡ് ഉന്നയിച്ച അവകാശവാദം നിലനിൽക്കില്ലെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. വഖഫ് നിയമ ഭേദഗതി നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ പോസ്റ്റ് ഓഫീസ് പ്രവർത്തിച്ചിരുന്നുവെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. ആജ്ഞ രവീന്ദ്രൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ആജ്ഞ, എങ്ങനെയാണ് ഈ വിഷയത്തിൽ കോടതിയുടെ നിരീക്ഷണം വന്നത്? ആദ്യ ഇത് കോഴിക്കോട് പോസ്റ്റ് ഓഫീസിൽ, അതായത് കോഴിക്കോട് മാരിക്കുന്നിലാണ്, ആ പോസ്റ്റ് ഓഫീസിലാണ് ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം നേരിടുന്നത്. മാരിക്കുന്ന് സബ് പോസ്റ്റ് മാസ്റ്റർ, അതുപോലെ കാലിക്കറ്റ് പോസ്റ്റൽ ഡിവിഷൻ സീനിയർ സൂപ്രണ്ട് എന്നിവർക്കെതിരെയാണ് കോഴിക്കോട് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോർട്ട് നേരത്തെ ക്രിമിനൽ കുറ്റത്തിന് കേസ് എടുത്തിട്ടുള്ളത്. അതായത് 2017 ഈ കേസ് നടക്കുന്നത്. 2017 ഈ പോസ്റ്റ് ഓഫീസിന്റെ കൈവശമുള്ള ഭൂമി വഖഫ് ബോർഡിന്റേതാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ കേസ് വരുന്നത്. ഈ വഖഫ് ബോർഡിന്റെ ഭൂമി കൈവശം വയ്ക്കുന്നത് ക്രിമിനൽ കുറ്റമാണ് എന്നുള്ള ഭേദഗതി, അതായത് സെക്ഷൻ 52A പ്രകാരം 2013 ഈ ഭേദഗതി വന്നിട്ടുള്ളത്. സെക്ഷൻ 52A പ്രകാരം വഖഫ് ബോർഡിന്റെ ഭൂമി കൈവശം വെക്കുന്നത് ക്രിമിനൽ കുറ്റമാണ് എന്ന് തന്നെയാണ്. പക്ഷെ ഈ ഭേദഗതി ഉണ്ടായത് 2013 1999 മുതൽ കോഴിക്കോട് ഈ മാരിക്കുന്ന് പോസ്റ്റ് ഓഫീസ് അവിടെ ഉണ്ടായിരുന്നു. അത് വഖഫ് ബോർഡുമായുള്ള കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പോസ്റ്റ് ഓഫീസ് അവിടെ പ്രവർത്തിച്ചു തുടങ്ങിയതും. അപ്പൊ ഈ ഭേദഗതിക്ക് മുൻപ് പോസ്റ്റ് ഓഫീസ് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാരണമാണ് കോടതി നിരീക്ഷിച്ചത്. മാത്രമല്ല, ഭേദഗതിക്ക് മുൻപുള്ള, അതായത് മുൻകാല പ്രാബല്യത്തോടെ നിയമം പാസ്സാക്കാനുള്ള, നിയമം നടപ്പിലാക്കാനുള്ള രീതി, അതായത് അതിന് പ്രാബല്യമില്ല, മുൻകാല പ്രാബല്യമില്ല എന്നാണ് കോടതി നിരീക്ഷിച്ചത്. വഖഫ് ഭൂമി കൈവശം വയ്ക്കുന്നത് കുറ്റകരമാക്കുന്ന നിയമ ഭേദഗതിക്ക് മുൻകാല പ്രാബല്യമില്ല എന്ന് തന്നെയാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം ഉണ്ടായിരിക്കുന്നത്. നേരത്തെ തന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കോഴിക്കോട് 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഇവർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ടെന്ന്. ആ കേസ് ഇതിനെതിരെ നടപടിക്കെതിരെ, കോടതിയുടെ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയെ ഉദ്യോഗസ്ഥർ സമീപിച്ചപ്പോഴാണ് ഈ വഖഫ് ബോർഡിന്റെ പരാതി അനുസരിച്ചാണ് ഈ കേസ് എടുത്തിട്ടുള്ളത്. ആ പരാതിയിലാണ് ഈ കോഴിക്കോട് 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോർട്ട് ഇത്തരത്തിലൊരു നിരീക്ഷണവും നടത്തിയതും ഇവർക്കെതിരെ, അതായത് കോഴിക്കോട് പോസ്റ്റൽ ഡിവിഷൻ സീനിയർ സൂപ്രണ്ടിനെതിരെയും മാരിക്കുന്ന് സബ് പോസ്റ്റൽ ഓഫീസർക്കെതിരെയും കേസ് എടുത്തിട്ടുള്ളത്, ക്രിമിനൽ കേസാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഹൈക്കോടതിയെ സമീപിച്ചപ്പോഴാണ് ഇത്തരത്തിലൊരു നിരീക്ഷണം കോടതി നടത്തിയുള്ളത്. അതുപ്രകാരം 2013 ശേഷമുണ്ടായ നിയമത്തിലെ ഭേദഗതിക്ക് ശേഷം 2013 മുൻപ് ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾക്ക് മുൻകാല പ്രാബല്യത്തോടു കൂടി നിയമം നടപ്പിലാക്കാൻ കഴിയില്ല. അതാണ് നിയമം നിരീക്ഷിക്കുന്നത്. അങ്ങനെയാണ് കോടതിയുടെ നിരീക്ഷണം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒരുപക്ഷെ എന്നുള്ളതല്ല, ഇപ്പോൾ വഖഫ് ബോർഡ് അവകാശം ഉന്നയിച്ചിട്ടുള്ള എല്ലാ ഭൂമി അവകാശങ്ങളെയും, അതായത് വയനാട് ഉൾപ്പെടെ മുനമ്പം ഉൾപ്പെടെ ഇത്തരത്തിൽ തന്നെ ആ വിഷയങ്ങളിലും കോടതിയുടെ ഇപ്പോൾ വന്നിട്ടുള്ള വാദം നിലനിൽക്കും എന്നുള്ളതാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.